സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും പിന്നെ രാവിലെ ഒരു സ്പോർട്സ് ഡേ പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഒരുപാട് ലെങ്ത് ആണെങ്കിൽ മേ ബി ഞാനൊരു 2 എപ്പിസോഡായിട്ടായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ സ്പോർട്സ് ഡേ വിശേഷം നമുക്ക് ആദ്യം കാണാം കേട്ടോ. ഈ കാണുന്ന വീട് നമ്മുടെ വിശാലേട്ടൻ്റെ വീടാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ധ്വനിതരംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനും എപ്പോൾ ചേട്ടനെ വിളിച്ചാലും ഞങ്ങൾക്ക് ഈ സ്പേസ് എപ്പോഴും ചേട്ടൻ അലോട്ട് ചെയ്ത് തരും. സോ അതിന് ആദ്യം ഞാൻ വിശാലേട്ടനോടൊരു താങ്ക്സ് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പോർട്സ് ഡേയുടെ ഫസ്റ്റ് ഇവൻ്റ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഈവൻ്റ് എന്ന് പറയുന്നത് മുട്ടായി പറക്കലാണ്. ആ റെഡ് ഷർട്ടാട്ടോ എൻ്റെ അച്ഛൻ. അപ്പം കുട്ടികളെയൊക്കെ നമ്മളൊരു ഹാഫ് സർക്കിളായിട്ട് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചായിട്ട് കേൾക്കുന്നുണ്ട്. ആ സൈഡിൽ നിൽക്കുന്ന ചോട്ടൂല്ലേ, അതാട്ടോ അൻഷ്, നമ്മുടെ സാഷേൻ്റെ ബ്രദർ. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞവനായിരുന്നു കേട്ടോ. അതെ, ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഒരു രക്ഷയില്ല കേട്ടോ. അവർ ഈവൻറ്റിന് അങ്ങോട്ട് എന്താ പറയുക, വാശിയേറിയ മത്സരം എന്നൊക്കെ നമ്മൾ പറയില്ല, ഈ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഉമ്മണിക്കുട്ടീൻ്റെ പേരാ ശ്രേഷ്ഠ. അപ്പം അവൾ എത്ര മുട്ടായി എടുത്തു എന്നുള്ളത് ഞാൻ എണ്ണുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ലല്ലോ. ഇതിനിടയ്ക്ക് നമ്മുടെ അൻഷ് ഓരോ മുട്ടായിട്ട് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്, അമ്മയെ വെച്ചോളൂ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരുടെയും എണ്ണിയപ്പോൾ ഒരു ടൈ വന്നിട്ടുണ്ടായിരുന്നു 3rd പ്രൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതൊന്നും കൂടെ മത്സരം നടത്തിയിട്ട് 3rd പ്രൈസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പച്ചൻ വീണ്ടും റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വീണ്ടും അവർ മുട്ടായി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3rd പ്രൈസിന് വേണ്ടിയിട്ടുള്ള മാരകമായിട്ടുള്ള കോമ്പറ്റീഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 3rd പ്രൈസ് ആർക്കാണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോരുത്തരുടെ മുട്ടായി വീണ്ടും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ടായി പറക്കലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഹരിണിക്കാണ്. ദെൻ 2nd പ്രൈസ് കിട്ടിയിരിക്കുന്നത് ശ്രേഷ്ഠയ്ക്കാണ്. 3rd പ്രൈസ് നമ്മൾ സെക്കൻഡ് ടൈം നടത്തിയിട്ടും 2 പേർക്ക് വീണ്ടും ഷെയർ ചെയ്യേണ്ടി വന്നു. ഒരാൾ സാൻവിക, ഒരാൾ അനശ്വര. ഇതിനിടയിൽ കൈ കിട്ടുന്ന എല്ലാ മുട്ടായും അൻഷ് അവൻ്റെ പോക്കറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സബ് ജൂനിയർ സെഷൻ മുട്ടായി പറക്കൽ കഴിഞ്ഞിട്ട് ജൂനിയർ സെഷൻ മുട്ടായി പറക്കലായിരുന്നു. നമ്മളവിടെ ഇട്ടിരുന്ന മുട്ടായി 1 മിനിറ്റാണ് നമ്മൾ ടൈം കൊടുത്തിരുന്നത്. അപ്പം അതിന് മുന്നേ അവരെല്ലാവരും ചാടിക്കയറി ഉള്ള എല്ലാ മുട്ടായും പറക്കി കയ്യിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ജൂനിയർ വിഭാഗം മുട്ടായി പറക്കിൽ ഫസ്റ്റ് പ്രൈസ് നമ്മുടെ മാളവികയ്ക്കായിരുന്നു. സെക്കൻഡ് 2 പേർക്കായിരുന്നു, നതാഷയ്ക്കും മൈത്രിക്കും. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഈവൻ്റ് ആണ് മ്യൂസിക്കൽ ചെയർ. എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ ഗ്രേറ്റ് മ്യൂസിക്കൽ ചെയർ. അപ്പോൾ ആദ്യം സീനിയർ വിഭാഗമാണ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ബിക്കോസ് 2-3 പേർക്ക് ഓഫീസിൽ പോകണം, അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സീനിയർ ബാച്ച് നടത്തിയിട്ട് അവരെ അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, രാവിലെ 9 മണിയാണ്, പക്ഷെ എന്നാലും നല്ല വെയിലായിരുന്നു കേട്ടോ ട്രിവാൻഡ്രത്ത്. അപ്പം ഒരുപാട് ക്രൗഡഡ് ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ 2 കാറ്റഗറി ആക്കി. ഇത് ബാച്ച് 1 മ്യൂസിക്കൽ ചെയറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഈ കാണുന്ന ഓറഞ്ച് സാരി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. നമ്മുടെ ഈ കൂട്ടത്തിലെ എല്ലാ അമ്മമാരും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ബിക്കോസ് പേഴ്സണലി ഇപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മ ഹൗസ് വൈഫാണ്. രാവിലെ എണീക്കുന്ന മുതൽ എനിക്കിഷ്ടമുള്ള എന്തുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ് അമ്മയുടെ ഒരു ഡെയിലി റൂട്ടീൻ. അതല്ലാതെ അമ്മ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അമ്മ നിൽക്കാറുമില്ല. അമ്മ അതിന് എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് ശരിക്കും അമ്മയ്ക്ക് ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ബാക്കിയുള്ള പാരൻസൊക്കെ ആണെങ്കിലും. അവരെല്ലാവരും ഓഫീസ് ടൈം പോകുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, ടിഫിൻ കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അടുക്കള പണി ചെയ്യുന്നു, ഓഫീസ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ലാതെ അവർക്കൊരു ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു മൊമെൻറ്റ്സ് കിട്ടുന്നത് ഭയങ്കര ചുരുക്കമായിരിക്കും ഇല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരെല്ലാവരും ഇതെല്ലാം മറന്ന് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് മോള് സീറ്റ് മാറിക്കൊടുത്ത് അമ്മ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ഇതാട്ടോ നിക്കിത്ത, നമ്മുടെ സീനിയർ ബാച്ചിലെ കുട്ടിയാണ്. നമ്മുടെ ബാച്ച് 1 2 ഫൈനലിസ്റ്റുകളായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ബാച്ച് 2 ആണ്. ഇതിൽ ഞാനും ഉണ്ട്. സാധാരണ മ്യൂസിക്കൽ ചെയർ നടക്കുമ്പോൾ ആദ്യമേ ഇല്ലെങ്കിൽ മാക്സിമം പോയി 2ാമതോ 3ാമതോ ഔട്ടാവുന്ന ഒരാളാണ് ഞാൻ. ഇതിലെന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം, ആരായിരിക്കും ഔട്ടാവുക എന്നുള്ളത്. പക്ഷേ രക്ഷപ്പെട്ടു, എനിക്ക് സീറ്റ് കിട്ടി. ആദ്യം ഔട്ടായിരിക്കുന്നത് നമ്മുടെ വിനീഷാണ്, നമ്മുടെ കണ്ണൂർ സാറാട്ടോ വിനീഷ് മാസ്റ്റർ. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്, വായോ വായോ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് പുള്ളീനെ.
എങ്ങനെയൊക്കെയോ എഴഞ്ഞഴഞ്ഞ് ഞാൻ ദേ ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷപ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അധികം നേരം ആ സന്തോഷം നിലനിന്നില്ല. അടുത്ത റൗണ്ടിൽ തന്നെ ഞാൻ വളരെ വിജയകരമായി ഔട്ടായിരിക്കുന്നു. വിനീഷ് ഔട്ടായത് കളിയാക്കിയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഔട്ടാകുമ്പോൾ അവൻ കളിയാക്കാതിരിക്കില്ലല്ലോ. എന്നിട്ട് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർ 3 പേരിൽ ഒരാളായിരിക്കും എന്തായാലും വിന്നറായിട്ട് വരിക. അപ്പം അടുത്ത റൗണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ രശ്മി ചേച്ചി ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. പിന്നെ ഫൈനലിൽ ജയിച്ചത് സരോഷ്മയാണ്. സെക്കൻഡ് വന്നത് ഹിമയാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ട് ഫസ്റ്റ് സരോഷ്മ, സെക്കൻഡ് ഹിമ ആൻഡ് തേർഡ് വന്നിട്ട് രശ്മി ചേച്ചിയായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയർ ബാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നടത്തിയത് സബ് ജൂനിയറിൻ്റെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞുമക്കളൊക്കെ ഓടുന്നത് കാണാനായിട്ട്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ അനശ്വര ഔട്ടായി. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്കൊരു കൺഫ്യൂഷനായിരുന്നു, റൈറ്റിൽ കൂടെ ഓടി വരുന്നത് ചെയർ എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാനിരുന്ന് ആക്ഷൻ കാണിക്കുന്നത് ഇങ്ങനെയല്ല അങ്ങനെ വന്നിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവർക്കും മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. ഞങ്ങൾക്ക് അവസാനം കൺഫ്യൂഷനായി അവരുടെ കൺഫ്യൂഷൻ കാരണം. അതാണ് ഞങ്ങൾ ചെയറിൻ്റെ പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ റൗണ്ടിൽ തന്നെ ഇട്ടു. ബിക്കോസ് അതായിരിക്കും അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഓടാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫൈനലാണ് നടക്കുകയാണെന്ന് നിങ്ങളിപ്പം സബ് ജൂനിയറിൽ. പക്ഷേ ഇതിൽ ജയിച്ചത് അദ്വികയാണ്. സെക്കൻഡ് വന്നിട്ട് ഹാനിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ജൂനിയർ വിഭാഗം സെഷനിൽ മ്യൂസിക്കൽ ചെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഇത്രയും വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും വെരി വെരി ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകാരണം ഞങ്ങൾക്കും അത് ഭയങ്കര ജോഷായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ജയിച്ചത് ഫസ്റ്റ് വന്നിട്ട് ഹരിനന്ദനയായിരുന്നു. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ദേവതീർത്ഥയാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദ വെരി ഫേമസ് ത്രെഡ് ആൻഡ് നൂഡിൽ ആണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സീനിയർ ബാച്ചിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇതേപോലെ ഓരോരോ 5 പേര് വെച്ചിട്ടുള്ള ഓരോ ഗ്രൂപ്പായിട്ടാണ് നടത്തിയത്. ഇതിപ്പോൾ നമ്മുടെ സീനിയർ ബാച്ച് കാറ്റഗറിയിൽ ഗ്രൂപ്പ് 2 ആണ്. ഓരോ ഗ്രൂപ്പിൽ ജയിക്കുന്ന ഓരോരുത്തരാണ് ഫൈനലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇതേ അനുജയാണ് ജയിച്ചത്, അനുചേച്ചി നമ്മുടെ. ഇതിപ്പം കാറ്റഗറി 3, അത് നമ്മുടെ സീനിയർ ബാച്ചിലെ ബാച്ച് 3. അതിൽ ജയിക്കുന്നത് ശാലിനി കേട്ടോ. ശാലിനിയാണ് വേഗം കോർക്കുന്നത്. ഇപ്പം എൻ്റെ റൂൾ വെച്ചാൽ 1 റൗണ്ട് പിന്നെ സൂചി നൂല് കോർക്കുക എന്നുള്ളതാണ്. ഈ കാറ്റഗറിയിൽ ആക്ച്വലി ഞാൻ വിനീഷ് ഒരുമിച്ച് ഇറങ്ങി കട്ടയ്ക്ക്. പക്ഷെ വിനീഷാണ് കോർത്തത്, പക്ഷെ ഞാനാണ് ഓടി ആദ്യം എത്തിയത്. അതുകൊണ്ട് ഞാൻ ആ കപ്പ് ഏറ്റെടുത്ത്. ഇപ്പം നിങ്ങളിത് കാണുന്നത് ഈ 4 കാറ്റഗറിയിൽ ഓരോരുത്തരായിട്ട് വന്നല്ലോ. ആ 4 പേരുടെ തമ്മിലുള്ള മാച്ചരിക്കലാണ് നിങ്ങളീ കാണുന്നത്. പക്ഷേ ഫസ്റ്റ് എനിക്ക് എന്തായാലും അടിക്കാൻ പറ്റില്ല. അത് സ്നേഹ തന്നെ ആ കപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. സ്നേഹ വേഗം കോർത്ത് കേട്ടോ. അടുത്ത നമ്മുടെ ജൂനിയർ ബാച്ചിൻ്റെ ത്രെഡ് ആൻഡ് നീഡിലാണ്. ഇതിൽ നമ്മുടെ മേഘനയാണ് ഫസ്റ്റ് റൗണ്ട് ജയിച്ചത് കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഈവൻസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പോർട്സ് ഡേ ഇവൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ഐറ്റംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ 8:30 തുടങ്ങിയ ഒരു എനിക്ക് തന്നെ ഇപ്പോൾ 10:45 കഴിഞ്ഞ് അതിനുള്ളിൽ തീർക്കണം എന്നുണ്ടായിരുന്നു. കാരണം അത്രയും വെയിലാണ്. അപ്പോൾ കുട്ടികൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവും. എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളൊരു മോട്ടീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ്. അപ്പം ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.